ഹലോ മക്കളെ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇതുവരെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന് പഠിച്ചിട്ടില്ലാത്തവർക്ക് ഉയർന്ന റാങ്കുകൾ അല്ലെങ്കിൽ ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൽ പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സ് ആണ്. ബോയിലേഴ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? നമുക്ക് ബോയിലേഴ്സ് അറിയാം. ബോയിലേഴ്സ് വാട്ടറിനെ സ്റ്റീമാക്കി കൺവേർട്ട് ചെയ്യാനാണ് ബോയിലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബോയിലറിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ കണ്ടന്റ് ഇൻ ദ ട്യൂബ്. ആ ട്യൂബിന്റെ അകത്തൂടെ ഫയർ ആണോ വാട്ടർ ആണോ പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ബോയിലേഴ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫയർ ട്യൂബ് ബോയിലറും അതുപോലെ തന്നെ വാട്ടർ ട്യൂബ് ബോയിലറും. ട്യൂബിന്റെ അകത്തൂടെ പോകുന്നത് ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ആണെങ്കിൽ ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷന് വേണ്ടിയാണ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ട്യൂബ്. ഈ ട്യൂബിന്റെ അകത്തൂടെ ഹോട്ട് ഫ്ലൂ ഗ്യാസസ്, ഇവിടെ കമ്പഷൻ ചേമ്പർ ഇവിടെ കത്തിക്കുന്നുണ്ട്, ഈ ഫർണസിലിട്ട് കത്തിക്കുന്നുണ്ട്. കത്തിച്ചിട്ട് ഈ ട്യൂബിന്റെ അകത്തോട്ട് ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ആണ് പോകുന്നതെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്ത് വാട്ടർ ആണുണ്ടെങ്കിൽ അതിനെ ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയാം. ഇനി എന്താണ് വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ, ട്യൂബിന്റെ അകത്തൂടെ വാട്ടർ, ഈ കാണുന്ന ട്യൂബിന്റെ അകത്തൂടെ വാട്ടറും അതുപോലെ അതിനെ ചുറ്റുപറ്റി ഹോട്ട് ഫ്ലൂ ഗ്യാസസും ആണെങ്കിൽ നമുക്കിന്ന് എന്ത് പറയാം? വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറയാം. അപ്പൊ ഈ വാട്ടർ ട്യൂബ് ബോയിലർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷന് വേണ്ടിയാണ്. ഫയർ ട്യൂബ് ബോയിലർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോ പ്രഷർ സ്റ്റീം പ്രൊഡക്ഷന് വേണ്ടി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പൊസിഷൻ ഓഫ് ഫർണസ്. നമ്മൾ ഫർണസിൽ വെച്ചാണ് കമ്പഷൻ അല്ലെങ്കിൽ കത്തിക്കുന്നത്. അത് കത്തിക്കുന്നത് ബോയിലറിന്റെ അകത്ത് തന്നെയാണെങ്കിൽ ഇന്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറയാം. ഇനി കമ്പഷൻ നടക്കുന്ന ഫർണസിൽ കത്തിക്കുന്നത് ബോയിലറിന്റെ വെളിയിലാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? എക്സ്റ്റേണലി ഫയർഡ് ബോയിലേഴ്സ് എന്ന് പറയാം. അപ്പൊ ഫർണസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബോയിലറിന്റെ യൂണിറ്റിന്റെ ഇൻസൈഡ് ആണെങ്കിൽ അതിന് ഇന്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറയാം. ഇനി അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ഇന്റേണലി ഫയർഡ് ബോയിലറും ഫയർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. ഇനി ബോയിലർ യൂണിറ്റ് വെളിയിലാണ് ഫർണസ് അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്നെങ്കിൽ അതിനെ എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ എന്ന് പറയാം. എല്ലാ എക്സ്റ്റേണലി ഫയർഡ് ബോയിലറും വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സർക്കുലേഷൻ ഓഫ് വാട്ടർ ആൻഡ് സ്റ്റീം. വാട്ടറും സ്റ്റീമും എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു? വാട്ടറും സ്റ്റീമിന്റെയും ഡെൻസിറ്റി വേരിയേഷൻ കാരണമാണ് സർക്കുലേഷൻ നടക്കുന്നെങ്കിൽ നമുക്കറിയാം വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും. ആ ഡെൻസിറ്റി കുറയുന്ന കാരണം ബോയിൻസി എഫക്ട് കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കുലേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഡ്യൂ ടു ഡെൻസിറ്റി ഡിഫറൻസ് ആണ് സർക്കുലേഷൻ നടക്കുന്നെങ്കിൽ അതിനെ നാച്ചുറൽ ബോയിലേഴ്സ് എന്ന് പറയും. ഇനി നമ്മളൊരു എക്സ്റ്റേണൽ സെൻട്രിഫ്യൂഗൽ പമ്പ് ഡ്രിവൺ ചെയ്താണ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റീമിനെ സർക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് ബോയിലേഴ്സ് എന്ന് പറയും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ പ്രഷർ. അപ്പൊ പ്രഷറിനെ ബേസ് ചെയ്ത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള: ലോ പ്രഷർ ബോയിലർ, മീഡിയം പ്രഷർ ബോയിലർ, ഹൈ പ്രഷർ ബോയിലർ. ലെസ് ദാൻ 20 ബാർ ആണ് പ്രഷർ എങ്കിൽ അത് ലോ പ്രഷർ ബോയിലർ ആയിരിക്കും. അതിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലോ പ്രഷർ ബോയിലർ ആയിട്ടുള്ള ബോയിലർ ആണ് സിമ്പിൾ വെർട്ടിക്കൽ ബോയിലർ, കൊക്രാൻ ബോയിലർ, കോർണിഷ് ബോയിലർ, ലങ്കാഷ്യർ ബോയിലർ, ലോക്കോമോട്ടീവ് ബോയിലർ, സ്കോച്ച് ബോയിലർ. അതുപോലെ തന്നെ പ്രഷർ 20 ബാറും അതുപോലെ 80 ബാറിന്റെയും ഇടയ്ക്കാണെങ്കിൽ ആ പ്രഷർ ഉള്ള ബോയിലേഴ്സിനെ മീഡിയം പ്രഷർ ബോയിലേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലറും സ്റ്റെർലിംഗ് ബോയിലറും. ഇനി പ്രഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 80 ബാർ, 80 ബാറിന് എബോ ആണെങ്കിൽ, 80 ബാറിൽ കൂടുതലാണെങ്കിൽ ആ ബോയിലേഴ്സിനെയാണ് ഹൈ പ്രഷർ ബോയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ബോയിലേഴ്സ് ആണ് ലാമോൺ ബോയിലർ, ലോഫ്രർ ബോയിലർ, ബെൻസൺ ബോയിലർ, വെലോക്സ് ബോയിലർ. അപ്പൊ ഇത്രയും ബോയിലേഴ്സിന്റെ നെയിമും ഇത് ഏത് ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലാണ് വരുന്നതെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അതുവഴി നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും. താങ്ക് യു.